ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഷ് ചെയ്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി കേക്കൊക്കെ ഇപ്പോൾ നോർമലായിട്ട് എല്ലാവരും ചെയ്യാറുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ക്രഷ് വെച്ചിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫ്രഷ് സ്ട്രോബെറി എടുത്തിട്ട് അതിനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്രഷിന്, അതായത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രഷിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഷ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്ട്രോബെറിൻ്റെ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഷോപ്പിലൊക്കെ ഇപ്പോൾ ഈ ഒരു സീസണിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് സ്ട്രോബെറിയൊക്കെ. അപ്പോൾ ഞാൻ അതിനെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് എന്താ പറയുക, കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ക്രഷ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഷുഗറാണ്. അപ്പോൾ സ്ട്രോബെറി അത്യാവശ്യം പുളിയുള്ള സാധനമാണല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ നന്നായിട്ട് മധുരം നമുക്കിതിൽ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു ഷുഗറും അതുപോലെ സ്ട്രോബെറിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് മുഴുവൻ എടുക്കേണ്ട, ഹാഫ് എടുത്താൽ മതി. എന്നിട്ട് ഇതിനൊന്ന് നമ്മൾ നന്നായിട്ട് ഷുഗർ ഒന്ന് മെൽറ്റായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. അപ്പോൾ ഈ ഒരു ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് എന്താ പറയുക, ഒരു സ്റ്റിക്കി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളം പോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ ചേർത്ത് ഈ ഒരു ക്രഷ് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതിനെ പാത്രത്തിൽ ഇതുപോലെ അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. അതുപോലെ സ്ട്രോബെറിയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടണം കേട്ടോ. ഈ ഒരു ഷുഗറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഷുഗർ നന്നായിട്ട് മെൽറ്റായിട്ട് ഇതുപോലെ ഒരു സിറപ്പായിട്ട് ഇരിക്കണുണ്ട്. ഇനി ഈ ഒരു സ്ട്രോബെറിയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതുവരെ ഇതൊന്നിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യുക, അടച്ചു വെക്കുക. അങ്ങനെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് അലിഞ്ഞ് വരുന്ന രൂപത്തിലാക്കി എടുക്കണം. ഇപ്പോൾ ഇത് സ്ട്രോബെറിയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് കുറച്ചൊരു കട്ടിയിലായി വന്നിട്ടുണ്ട്, കുറച്ചൊരു തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. നന്നായിട്ട് ചൂടാറേണ്ട, കുറച്ചൊന്ന് ചൂടാറിയാൽ മതി കേട്ടോ. കൂടുതൽ ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്നും കൂടി പേസ്റ്റ് രൂപത്തിലാക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ അതിന് കഴിയില്ല. ഒന്ന് ഒരു മീഡിയം ചൂടാറിയാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ ഇതിൽ ഷുഗർ മെൽറ്റ് ആയി വരുന്ന ആ ഒരു സമയത്ത് ഷുഗർ കുറവാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ വീണ്ടും ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഇതിനൊന്ന് ഞാൻ ചൂടാറിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുറച്ചും കൂടി, അതായത് ഈ ഒരു സ്ട്രോബെറി ഒക്കെ അതുപോലെ എടുക്കണുണ്ടല്ലോ, അതെല്ലാം ഒന്ന് കൂടി നമുക്ക് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് ഒന്നെങ്കിൽ ബീറ്ററിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. മിക്സിയിൽ അടിക്കരുത് കേട്ടോ. മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് രൂപത്തിലായി കിട്ടും. ഇപ്പോൾ ഇതിങ്ങനെ ചൂടാറി വന്നപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളറൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടില്ല. നമ്മളിതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. നല്ലൊരു കളറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഞാനിതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി ഞാനൊരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സ്ട്രോബെറിയൊക്കെ ഒന്നും കൂടി അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞാൽ ഇതിന് ആ ഒരു എന്താ പറയുക, ടേസ്റ്റ് പോണ പോലെ ആയിരിക്കും, കൊഴുപ്പ് പോലെ ഇരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് ഇടയ്ക്കൊരു ചെറുതായിട്ടൊരു സ്ട്രോബെറിൻ്റെ കടിക്കലും പിന്നെ അതുപോലെ അതിൻ്റെ സീഡ്സൊക്കെ ഉണ്ടായിരിക്കും. മിക്സിയിൽ അടിക്കുമ്പോൾ ആ സീഡ്സ് എല്ലാം അടിഞ്ഞു പോവുകയാണ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതിനതുപോലെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ പീസായി കിടക്കുന്നതൊക്കെ ഒന്ന് ചെറിയ പീസായിട്ടും അതുപോലെ കുറച്ച് കുക്കായ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ലോണം എന്താ പറയുക, പേസ്റ്റായി കിട്ടില്ല, എന്നാലും ചെറിയതായിട്ട് പീസ് ഉണ്ടാവും ചെയ്യും കേട്ടോ. ആ ഒരു രീതിയിലാണ് നമുക്കിത് വേണ്ടത്. നമ്മൾ ക്രഷിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെയാണല്ലോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഷാണ് കേട്ടോ ഇത്. അപ്പോൾ സ്ട്രോബെറി കേക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, കസ്റ്റമേഴ്സിനൊക്കെ നല്ല ഇഷ്ടമാണ്, ഒരു ഫ്ലേവറാണ് ഈ ഒരു സ്ട്രോബെറി കേക്കിൽ വരിക. അപ്പം ഞാനിപ്പോൾ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ജാമിന് പകരമായിട്ടൊക്കെ കൊടുക്കാൻ കഴിയും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്.
അതുപോലെ തന്നെ കേക്കിൽ ചെയ്യുമ്പോൾ ലെയറിലൊക്കെ ആയിട്ട് ഈ ഒരു എന്താ പറയുക ക്രഷ് കൊടുക്കുക, അതുപോലെ തന്നെ സിറപ്പിലും കുറച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഞാനിവിടെ ആ ഒരു ക്രഷ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ലെയറിലായിട്ട് ഞാൻ ഈ ഒരു ക്രഷ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സിറപ്പിലും പിന്നെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ക്രീമിൽ കുറച്ച് ഈ ഒരു ക്രഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഷാണ് ഇത്. അതുപോലെ തന്നെ ഈ ഒരു ക്രഷ് യൂസ് ചെയ്തിട്ട് കേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ സ്പഞ്ച് വാനില സ്പഞ്ചാണ്, പക്ഷേ ആ ഒരു സ്പഞ്ചിൽ ഞാൻ കുറച്ച് സ്ട്രോബെറിൻ്റെ എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കളറും അതുപോലെ ഒരു ചെറിയൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് എസെൻസ് ചേർത്തിട്ടുണ്ട്. അത് കാരണമാണ് ഒരു പിങ്കിഷ് കളറായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ഈ ഒരു ക്രഷ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. റെസിപ്പി ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്